ഹായ് ഹലോ, പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്നലെ നമ്മൾ കൺമണിയോട് ചോദിച്ചുകൊണ്ട് കുറേ ചോദ്യത്തിന് ആൻസർ ചോദിച്ചുകൊണ്ട് വന്നിരുന്നു. അതിൻ്റെ കീഴിൽ കൺമണി കമൻറ്റ് ഇട്ടിട്ടുണ്ട്, രാവിലെ നേരം വിളിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇന്ന് വൈകുന്നേരമായി ഇതുവരെ ആൻസർ ഒന്നും തന്നില്ല. ആലോചിക്കാൻ സമയം വേണമായിരിക്കും. കാര്യം എന്താ പറയുന്നത്, ആലോചിക്കണമല്ലോ. അപ്പോൾ ഇത് ചില ആൾക്കാരുമായിട്ടൊക്കെ ആലോചിക്കണം. ഞാൻ ഇത് വെറുതെ പറയുമല്ലോ, അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതിന് എവിഡൻസ് ഇവിടെ വെക്കാം. അപ്പം ഞാൻ രാവിലെ ഇന്നലെ രാത്രിയിൽ ഒരു VNY ഇട്ട ഒരു ഇൻസ്റ്റയിലിട്ട സ്റ്റോറി എടുത്ത് ഷെയർ ചെയ്തിട്ട് അതിനകത്ത് കൺമണിയെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ആൻസർ കിട്ടുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ. ഞാൻ എൻ്റെ വീഡിയോയിലും ചോദിച്ചിട്ടുള്ള കാര്യം. അപ്പം ഇദ്ദേഹം ഈ കൺമണി എന്നോട് വന്ന് സംസാരിക്കുകയും ഞാൻ ഈ VRS ആരാണെന്ന് ചോദിച്ചു. VRS എന്ന് പറയുന്ന ആൾ സ്ത്രീ ആരാണ്, നിങ്ങളും ഇവരും കൂടെ അതിനകത്തിരുന്ന് ഇത് ചെയ്യേണ്ട ആവശ്യം എന്താണ്, ഈ ഒലിവിയ എന്ന് പറയുന്നവരുടെ വീട്ടിൽ ഇവർ പോകേണ്ട. ഞാൻ കുറച്ച് ക്വസ്റ്റ്യനുകൾ, കാര്യം ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന കേസാണ്. VRSൻ്റെ ഇത് എറണാകുളം ബേസ് ചെയ്തൊരു കമ്പനി, അതിനെ ബേസ് ചെയ്ത് അവർ ഈ പ്രോഡക്റ്റൊക്കെ കൊടുക്കുന്ന, അതായത് ഇവരെ കുറച്ച് സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന മറ്റൊരു കമ്പനി, ആ കമ്പനി കിക്കുമായിട്ടുള്ള ഇടപാട്, ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കേസാണ്. അത് നമുക്ക് വരും വഴിയിൽ നിങ്ങൾക്കും ബോധ്യമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ കുട്ടിയോട് ചോദിക്കുകയും ഈ കുട്ടി ഒന്നും മിണ്ടില്ല, അതിന് മറുപടിയില്ല, ഒരക്ഷരവും മിണ്ടാതെ ഈ കുട്ടി പോയിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് VRSന് അയച്ചു. VRS എന്നെ പേഴ്സണലി വിളിച്ച് ഭീഷണിയായിരുന്നു, നിന്നെ ഞാൻ ജയിലിൽ കയറ്റും, ഇല്ലാതാക്കി കളയും, പിന്നെ തള്ളയ്ക്ക് വിളിക്കുന്നു, തള്ളയുടെ അടിയന്തരം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഇവരുമായിട്ട് എനിക്ക് ഡയറക്റ്റ് ബന്ധമില്ല. അഫ്കോഴ്സ് ഇവർക്ക് ഡയറക്റ്റ് ബന്ധമില്ലാത്തതുകൊണ്ടാണല്ലോ. ഇനി പറയാം. പിന്നെ എന്നോട് പറഞ്ഞത്, ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഏത് ലെവൽ വരെ വേണമെങ്കിലും പോവും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു വൻകിട സ്ഥാപനം, എറണാകുളം ബേസ് ചെയ്തുള്ളൊരു വൻകിട സ്ഥാപനം. ആദ്യം മുതലേ പറയുന്നത്, ഇത് നമ്മൾ ഉണ്ടാക്കി പറയുന്നതൊന്നുമല്ലല്ലോ. വൻകിട സ്ഥാപനം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട്. ഇനി ഇവർ ഈ ഗ്രൂപ്പിൽ ഈ കുട്ടികൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്, പൈസ കൊടുത്തതായിട്ട് അവർ വോയിസ് ഇട്ടിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ ഇടുന്നില്ല. വരും ദിവസങ്ങളിൽ അവർ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അതൊന്നും നമുക്ക് ഇവിടെ ഇടാം. ഒരു 3000 മറ്റോ സംതിങ് പൈസയൊക്കെ ഈ പറയുന്ന ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർ 1.5 കോടി രൂപ കടവാണ്, അത് തീർക്കണം, ആ ഒരു അർത്ഥത്തിലും എന്നോട് സംസാരിക്കുന്ന ഇതുണ്ട്. അപ്പം ഞാൻ പേഴ്സണൽ സംഭാഷണം ഒന്നും ഇടുന്നില്ല. എന്നിരുന്നാലും എന്നോട് സംസാരിച്ചു എന്നുള്ളതിന് എവിഡൻ്റായിട്ട് ഞാൻ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ വെക്കാം. അതിനുശേഷം ഇവർ ഗ്രൂപ്പിൽ ഈ പരിപാടി എല്ലാം കാണിച്ചിട്ട് ഈ ഒലിവിയയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇവർ യാത്ര ചെയ്യുകയും ഇവരുടെ സങ്കടത്തിൽ ഇവർ സന്തോഷം കണ്ടെത്തുന്ന ഒരു വീഡിയോ നമുക്കിവിടെ വെക്കാം. അത് നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന്. പിള്ളേരെ ഞാനിപ്പം അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒന്ന് പോയി, ഞാനിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ഫോൺ വിളിക്കുന്നത് പോലെ പോയി വീഡിയോ എടുത്ത് കേട്ടോ. നമ്മുടെ അച്ഛൻ മാഡം ദുഃഖാർത്തയായിട്ട് വെളിയിൽ ഒരു ഇത് കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയത്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും പിന്നെ തക്കുട് കഴിഞ്ഞ് വാതിലോട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് അവൻ പറഞ്ഞു, പൊക്കി അങ്ങനെ വീഡിയോ എടുക്കേണ്ട, അഥവാ എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് മോശമാകുകൊണ്ട് അങ്ങനെ എടുക്കേണ്ട, നീ ഫോൺ വിളിക്കുന്നത് പോലെ സൈഡിൽ കൂടെ എടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ എടുക്കും. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ അടൂരത്തെ ഇവൻ്റെ വാലാട്ടിപ്പട്ടികളെല്ലാം ഇന്നലെ ട്രാൻസ്ഫറായി, SP-യും DYSP-യും എല്ലാം ട്രാൻസ്ഫറായി. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ഫ്രണ്ടാണ് ഇപ്പം നമ്മുടെ അടൂരത്തേക്ക് ജോയിൻ ചെയ്യാനായിട്ട് വരുന്നത്. സോ ഒന്നും പേടിക്കേണ്ട മക്കളെ, നമ്മുടെ കൂടെയാണ് ദൈവം, ഒന്നും പേടിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങനെ പോരെ കേട്ടോ, ഒരു പ്രശ്നമില്ല. ഓക്കെ, എല്ലാവർക്കും സന്തോഷമായല്ലോ. ദൈവം നമ്മുടെ കൂടെയാണ്, സത്യത്തിൻ്റെ കൂടെയാണെന്നുള്ള തെളിവല്ലേ. അവർ ട്രാൻസ്ഫർ വരെയായി പോയത് എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷം. ഓക്കെ, ഇനിയിപ്പോൾ ഈ വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇതിനകത്ത് ഈ പുള്ളിക്കാരി എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അതിനകത്ത് വന്നിട്ട് ഇവരുടെ ഒരു ഗ്രൂപ്പിൽ ഇട്ട പ്ലാനിങ്ങിൽ നിന്നാണ് ഈ സാധനം എടുത്തത്, അതിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ എന്താ പറയുന്നത്, എന്തോ പണി ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്, ഈ ചാരപ്പണി ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചാരപ്പണി ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും വൃത്തികേട് കാണിക്കുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അറിയാം ചെയ്യുന്നത് ഇതാണെന്നറിയാം. അപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങൾ വെളി വരരുത്. ആക്ച്വലി ഞാൻ ആ ഗ്രൂപ്പിലില്ല, അത് വേറെ കേസ്. അത് ഈ പറയുന്ന ആ ഗ്രൂപ്പ് നടത്തിക്കുന്ന ആൾക്കാർക്കും അറിയാം, ആ ഗ്രൂപ്പിൽ ഞാനില്ല. പക്ഷെ ആ ഗ്രൂപ്പിൽ നിന്ന് കാര്യങ്ങൾ വെളിയിൽ പോകുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി, ഇവർ കുറച്ച് ഈ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട പെൺകുട്ടികളും അവർക്ക് കുറേ കാര്യങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. അവർക്ക് ജോലി, ലക്ഷറി ലൈഫ്, എന്താ പറയുന്നത്, AC ഇതിൽ ജോലി, എന്താ പറയുന്നത്, നല്ല സാലറി, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ വരും ദിവസങ്ങളിൽ ഞാൻ ഇടാം, ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അപ്പോൾ ഇതെല്ലാം അവരവിടെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എത്ര ക്രൂരയായിട്ടാണെന്ന് മനസ്സിലാക്കണം. ഈ ഒരു ബിസിനസ് സ്ഥാപനം പൂട്ടിക്കാൻ
പൂട്ടാൻ പോകുന്ന സമയത്ത് മറ്റൊരു വൻകിട ബിസിനസ് സ്ഥാപനത്തിൻ്റെ മുതലാളി ഇവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് അവർ ആ സൈഡിലെങ്ങാണ്ട് ഇരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആക്ച്വലി എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അവരതിനകത്തിരുന്നുകൊണ്ട് അവരുടെ സങ്കടം കണ്ടിട്ട് സന്തോഷിക്കുകയാണ്. എന്ത് മനസ്സിലായി? ഈ പിള്ളേരുടെ നീതിക്ക് വേണ്ടിയാണ് ഇവർ വന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക. ഒരു ബിസിനസ് ഉണ്ടാവുന്നതിൻ്റെ പാട്, അത് നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ പാട്, ഇതെല്ലാം അറിയാവുന്ന ഒരാൾ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് പെൺകുട്ടികളുടെ വാക്കും കേട്ട് നിൽക്കുമോ? ഒരിക്കലുമില്ല. ഈ പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കാം, ബാക്കി കാര്യങ്ങൾ ഇവരുടെ സൗകര്യങ്ങളെല്ലാം നോക്കിക്കോളാം, ഇങ്ങനെ കുറേ വാഗ്ദാനങ്ങളുണ്ട്. പിന്നീട് ഇവർ പറയുന്ന വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പോലീസ് സിസ്റ്റം ഒക്കെ ഇവരുടെ കയ്യിലാണെന്നോ, അവിടുത്തെ 2 പോലീസുകാരെ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ഇവരുടെ ഒരു മാഡമാണ് വന്നിരിക്കുന്നതെന്നോ, അവരാണ് ഇനി നോക്കാൻ പോകുന്നതെന്നോ. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒലിവേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരിത് ഞാൻ പറയാം. പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ പിള്ളേരെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാമെന്നും അവരുടെ പൈസയും ഇവർ പറയുന്ന എമൗണ്ടിൻ്റെ കൃത്യമായ തെളിവും കൊണ്ട് വരുവാണെങ്കിൽ അവർ ആ പൈസയും മൊബൈൽ ഫോണും തിരിച്ചു കൊടുക്കാമെന്നും പറയുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു മേഡം ഞാൻ അതിൻ്റെ വോയിസ് ഇവിടെ വെക്കാം. ഒരു മേഡം കൊന്നുകളഞ്ഞ ഇവരുടെ ഫോൺ എടുക്കില്ല, ഇവരുമായിട്ട് സംസാരിക്കില്ല, ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഭയങ്കര പണമുള്ളവർ ചെയ്യുന്ന ക്രൂരതയെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി അവരെ തന്നെ പോലീസ് വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസും കൂടെ നമുക്കിവിടെ വെച്ച് കേൾപ്പിക്കാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഏതെല്ലാം രീതിയിൽ ഇവർ പണമുണ്ടെന്നുള്ള ഒരിത് കൊണ്ട്, പണം ഉണ്ടായതുകൊണ്ട് ഒരാൾക്കാർ മോശക്കാരാവും, മനസ്സിലാവുന്നില്ല. പണമുള്ള ചില ആൾക്കാർ ചില സ്ഥാപനങ്ങളൊക്കെ കാണുമ്പോഴുള്ള കണ്ണുകടി. എനിക്കറിയാം ഇതിൻ്റെ പേരിൽ ഇവർ വലിയ കമ്പനിയാണ്, ചിലപ്പം ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എൻ്റെ സ്വത്തിനോ അല്ലെങ്കിൽ എൻ്റെ ജീവനോ വല്ല ഇതുമുണ്ടെങ്കിൽ ഇതിന് പൂർണ്ണ ഉത്തരവാദി VRS എന്ന് പറയുന്ന ഈ ഒരു കമ്പനി തന്നെയാണ്. കാര്യം ഇവർ ഒരുപാട് ഗുണ്ടായിസം കളിച്ചിട്ടുണ്ട്. പലരെയും കയറി ഒരു കമൻ്റ് ഇട്ടതിൻ്റെ പേരിൽ പലരെയും കയറി വീട്ടിൽ കയറി തല്ലിയിട്ടുള്ള ടീമാണ്. ഇല്ലയെന്ന് എന്താ പറയുന്നത്, എവിഡൻ്റായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവർ ഭയങ്കര ടീമാണ്. ഇവർ ഇതിന് മുമ്പ് തിരുവനന്തപുരത്ത് ഇത് നടത്തി കുറച്ച് തട്ടിപ്പോ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവിടുന്ന് പോയി. അതിനുശേഷം അവർ എറണാകുളത്ത് വന്ന് കമ്പനി നടത്തി. അവിടെയും സംഭവം സ്റ്റാഫുകൾ പ്രശ്നമുണ്ടാക്കി പാളിപ്പോയി. പിന്നെ അവർ വേറെ ഇവിടെ നമ്മുടെ രാജ്യം വിട്ടോ സംസ്ഥാനം വിട്ടോ കണ്ട് വേറെ പോയി പരിപാടി നടത്തി, അവിടെയും പൊളിഞ്ഞു. അതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി നമുക്ക് എന്താ പറയുന്നത്, ഈ പോലീസിനെ വിളിച്ച കാര്യം, ഇവർക്ക് വലിയ പിടിപാടുള്ള ആൾക്കാരാണല്ലോ. എന്നിട്ട് ഈ കുട്ടികളെ എന്തുകൊണ്ട് വിളിച്ച് ഈ സാധനം പോലീസ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ന്യായമായ ക്വസ്റ്റ്യനും കൂടെ ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ഇതെല്ലാം ന്യായമായ ക്വസ്റ്റ്യനാണ്. ഇനി കൺമണി പറയും എന്നെ ആക്രമിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് കേസൊക്കെ എന്തെങ്കിലും ചെയ്യാം, ലീഗലല്ലേ, നമുക്ക് നോക്കാം, ഇതും കേൾക്കാം. സാർ, അപ്പൊ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. നമുക്ക് ഈ കംപ്ലൈന്റ് തന്നേക്കുന്ന, അവരന്ന് കംപ്ലൈന്റ് കൊടുത്തത് സാറിന്റെ അടുത്തും ആ സെയിം കംപ്ലൈന്റ് ആണ് ഡിവൈഎസ്പിയുടെ അടുത്തേക്കും തന്നിരിക്കുന്നത്. അപ്പോ എന്നോട് CI സാർ അന്ന് പറഞ്ഞത് നമ്മൾ ഇത് കൊടുക്കാൻ ഇങ്ങനെ ഫോൺ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ബിസിനസ് പരമായിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പൊ അത് കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആണ്, അടുത്ത ഡേറ്റുകൾ പറയാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ധന്യ മേഡത്തിന് എനിക്ക് ഇതിന്റെ ഇത് ഏൽപ്പിച്ചു. ഞാൻ അന്ന് തൊട്ട് അപ്പൊ ഡേറ്റ് പറഞ്ഞാൽ മതി, ഓരോരുത്തരായിട്ട് അവരുടെ പേരൻസുമായിട്ട് വന്ന് ഓരോരുത്തരെ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ സ്റ്റേഷനിലോട്ട് നമ്മുടെ ധന്യ മാമിനെ വിളിച്ച ഫോൺ എടുക്കുന്നില്ല. പിന്നെ നമ്മൾ അറേഞ്ച് ചെയ്യാതെ അത് നമ്മൾ റിപ്പോർട്ട് അയക്കുമ്പം ഈ ഫോട്ടോത്തിൽ നമ്മൾ റിപ്പോർട്ടിനകത്ത് അവർ കാണിക്കും ഇവര് സ്ഥാപന ഉടമകൾ ഫോണുകൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്, അതിനുള്ള ക്രമീകരണങ്ങൾ പരാതിക്കാർക്ക് ചെയ്തു കൊടുക്കുന്നതാണെന്ന് പറയും. അത് മറുപടി നമ്മൾ ആ പരാതിക്കാരിക്ക് കൊടുക്കും. നിങ്ങളുടെ ഫോൺ അവർ തിരിച്ചു തരാറുണ്ട്, ശമ്പളം ഉണ്ടെങ്കിൽ അന്ന് നമ്മൾ കൊടുക്കും, മറുപടി കൊടുക്കും. അന്നേരം അവര് പോലീസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നിങ്ങളെ അറിയിക്കും. അന്നേരം ഇത് ഹാജരാക്കി രസീത് മേടിച്ചാണ്. അത് വരെ മതി. അല്ല നമ്മൾ ഈ ഇടയ്ക്കുന്ന കോള് വരാത്തത് കൊണ്ട് എനിക്കൊരു ഡൗട്ട്, എന്താ പിന്നെ വിളിക്കാത്ത? നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ട് അവർക്ക് രേഖാമൂലം നമ്മൾ അവരെ പ്രധാന പരാതിക്കാരിയുടെ മേൽവിലാസത്തിലേക്ക് തപാൽ മാർഗം അയച്ചു കൊടുക്കും. നിങ്ങൾ തന്ന പരാതിക്ക് എന്താണ് നടപടി ഞങ്ങൾ സ്വീകരിച്ചത്. ഫോണിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടായപ്പോൾ അവർ തരാൻ സമ്മതിച്ചിട്ടുണ്ട്. അത് നമ്മൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അത് മേടിച്ചു തരുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിക്ക് അതൊരു ഡൗട്ട്. കാരണം അന്ന് അവര് വന്നതല്ലേ, നമ്മൾ അന്നത് കൊടുക്കാമെന്നും അവിടെ നോക്കിയേ പറഞ്ഞു പോയിട്ട് പിന്നെ ഇതുവരെ അനക്കമൊന്നും ഇല്ല. അപ്പൊ നമ്മളെല്ലാം സ്റ്റേഷൻ മുഖാന്തരമാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്നൊന്നും വരാത്തത് കൊണ്ട് അന്നേരം നിങ്ങളുടെ സ്റ്റേഷനിൽ ആവശ്യപ്പെടുമ്പോൾ അതുകൊണ്ട് ഹാജരാക്കി കൊടുത്തിട്ട് ഓരോരുത്തരെ രസീത് മേടിച്ചാൽ മതി. എന്റെ ഫോൺ ഞാൻ കൈപ്പറ്റിയിരിക്കുന്നു പറഞ്ഞ് രസീത് മേടിച്ച് മതി സാർ. CI സാറിന്റെ അവിടെ അല്ലേ?
ഇനി ഇതെല്ലാം കേട്ടല്ലോ. ഇപ്പം ഈ പരാതിക്കാർക്കൊന്നും അല്ല വിഷയം, ഫോൺ വേണമെന്നോ സാധനം വേണമെന്നൊക്കെ അവർക്കും ഈ കമ്പനി, ഈ പറയുന്ന വിയാസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒക്കെ അഭിപ്രായങ്ങൾ ആ ഗ്രൂപ്പിൽ, ഒരു പബ്ലിക് എന്ന് പറയാൻ പറ്റത്തില്ല, പ്രൈവറ്റ് എന്ന് തന്നെ പറയാൻ കാര്യം ഇതിനകത്ത് വേറെ ആരെയും ഇൻക്ലൂഡ് ചെയ്യുകയോ ഇതൊന്നും ചെയ്യുന്നില്ല. അവരുടെ കൂടെയുള്ള പിള്ളേർ തന്നെയാണ് നമുക്ക് കൊണ്ടുവരുന്നത്. അതിനകത്ത് നമ്മൾ ചാരരെ വെച്ചെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, ഇവരുടെ ആവശ്യമായിട്ട് ഈ സാധനം കൊടുക്കാനും പൈസ കൊടുക്കാനും ഇവരുടെ ആവശ്യമായിട്ടാണ് അവരങ്ങോട്ട് പോകുന്നത്. അല്ലെങ്കിൽ രേഖാമൂലം ഈ സാധനം കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കൊടുക്കാമെന്ന് ഈ സ്ത്രീ പറയുന്നുണ്ട്. എന്നിട്ട് പോലും ഈ ആൾക്കാർക്ക് ഇപ്പോൾ മൊബൈൽ ഫോൺ വേണ്ട, ഒന്നും വേണ്ട, എൻ്റെ മൊബൈലേ കിട്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ 5-6 പേര് വന്നിരുന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. ഇപ്പം ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവരെ പരസ്യ വിചാരണ ചെയ്യണം, ഇവർ പരസ്യമായിട്ട് മാപ്പ് പറയണം. എന്താ പറയുന്നത്, ആൾക്കൂട്ട വിചാരണ ചെയ്ത് ഇവർ പരസ്യമായിട്ട് മാപ്പ് പറയണം. ഇവർക്ക് ഈ സാധനമൊന്നും വേണ്ട, ഇവർക്ക് ഈ സാധനമല്ല വേണ്ടുന്നത്. അത് പോലീസ് സ്റ്റേഷൻ വഴി പോകണം. ഇവരെ കുറേ യൂട്യൂബേഴ്സിനെ ഇതാകണം. ഇതിൽ ഒരു യൂട്യൂബർ, വ്യക്തമായിട്ട് പറയാം, ഒരു ലേഡി യൂട്യൂബർ ഇവരുടെ വീട്ടിൽ പോയിരുന്നു, ഇവരോട് സംസാരിച്ചിരുന്നു, ഇവരോട് പണം ചോദിച്ചു. ആക്ച്വലി ഈ ആദ്യം പോയത് കൂടാതെ ഇവർ ഇതാക്കി, അതിൻ്റെ പേരിലൊരു കേസ് ഓൾറെഡി അവരുടെ പേരിലുണ്ട്. അത് എൻ്റെ കയ്യിൽ എവിഡൻ്റ് ആയിട്ട് കാര്യങ്ങളില്ല, അത് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാവും. ഞാനത് കേട്ടതാണ് ഇത് സംഭവം. അപ്പം എന്താ പറയുന്നത്, ഇത് കണക്കുള്ള സംഭവങ്ങൾ. ഇനി കൺമണി എന്ന് പറയുന്ന വ്യക്തി ഒരു ചോദ്യം, ഞാൻ ചോദിച്ചത് നിങ്ങൾ ഇവരുമായിട്ട് എന്ത് ബന്ധമാണ്. അപ്പോൾ ആ ഗ്രൂപ്പിലെ ബന്ധമായിരിക്കാം എന്നായിരിക്കും ന്യായീകരിക്കാൻ നിന്നത്. അവിടെയും തെറ്റി. ഞാൻ കൺമണിക്ക് പേഴ്സണലി അയച്ച ഒരു മെസ്സേജ് എങ്ങനെ ഈ VRSലെത്തി? ക്വസ്റ്റ്യൻ ന്യായം. ഇനി VRS നമ്മുടെ ബിഗ് ബോസിൽ പഴയ ഉണ്ടായിരുന്ന ഒരു സെലിബ്രിറ്റിയുടെ വൈഫ് എറണാകുളത്ത് ഇതേ കണക്കൊരു ബോട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ. പിന്നെ ഇവർ എന്നോട് സംസാരിക്കുമ്പോഴും ഈ VRS സംസാരിക്കുമ്പോഴും ഞങ്ങൾക്ക് ഓൺലൈൻ സ്ഥാപനമൊന്നും ഇല്ല എന്ന് പറഞ്ഞുള്ളൂ. ഞാനിവിടെ വെക്കാം, ഇവർ ഓൺലൈനിൽ കൂടെ സാധനം വെക്കുന്നതിനെ പറ്റി. ഇവർക്ക് തയ്യൽ അങ്ങനെയുള്ള പരിപാടി ഉള്ളതെന്നാണ് പറയുന്നത്. ഇനി വേറെയും കുറച്ച് കാര്യങ്ങൾ പറയാം. ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. ഇന്ന് ഒരു ടീം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രസ് ക്ലബ്ബ് ഇത്രാം തീയതിയാണെന്ന് പറഞ്ഞു. അവിടെ ഇപ്പം പ്രസ് ക്ലബ്ബിൽ ഇലക്ഷനാണെന്ന് പറഞ്ഞു, ഇല്ലേ? സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ? നിങ്ങളിതെല്ലാം കേട്ടവരാണ്, ഞാനായിട്ട് പറയുന്നതല്ല. ഏത് പ്രസ് ക്ലബ്ബിലാണ് ഡേറ്റ് തീരുമാനിക്കാതെ നേരെ വന്നിട്ട് അവിടുന്ന് ആൾക്കാർ വരുന്നത്? അതെന്താ, പ്രസ് ക്ലബ്ബിലുള്ളവർക്ക് എന്നാണ് ഇലക്ഷൻ എന്ന് പറഞ്ഞൂടെ? ആക്ച്വലി ഇന്നത്തെ ദിവസം ഒരു പ്രസ് ക്ലബ്ബിൽ ഒരു ഇലക്ഷനും ഇല്ല. നിങ്ങളെ പറ്റിച്ചു. വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചാനലും, പിന്നെ ഏത് വൻകിട ചാനലാണ് അവിടെ ഒന്ന് ക്യൂ നിന്നത്? നിങ്ങൾ കണ്ടതല്ലേ? അപ്പം അതൊന്നും പറയുന്നില്ല, അതൊക്കെ അതിൻ്റെ ഇതായിട്ട് പോട്ടെ. പിന്നെ കളക്ടർ ഓഫീസിൽ പോകുന്നത് അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചിട്ടാണ് സ്വാഭാവികമായിട്ടും. അത് അപ്പോൾ ഇവരിവിടെ ഇല്ലാത്ത ദിവസം എങ്ങനെയാണ് അപ്പോയിൻമെൻ്റ് ഇല്ലാതെ ഇത് പോയത്? ഇവർ പ്രധാനമന്ത്രിയാണ് ഈ പോയവരൊക്കെ, ഈ 3 കുട്ടികളും. പിന്നെ കളക്ടർ പ്രത്യേകം പറയുന്നത് 3 കുട്ടികളെ മാത്രം കൊണ്ടുവന്നത്. അത് ഇത് കളക്ടറാണ് പറഞ്ഞു. ഒന്ന് വ്യക്തമാക്കാമോ? എനിക്കൊന്ന് വ്യക്തമാക്കി തരാമോ? ഇങ്ങനെ ഈ പൊട്ടന്മാരെ, അല്ലെങ്കിൽ ഈ കമൻറ്റ് ബോക്സിലിരിക്കുന്ന തൊഴിലാളികളെ പറ്റിക്കാം, അല്ലെങ്കിൽ ആ പെൺകുട്ടികളെ പറ്റിക്കാം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ പെൺകുട്ടികൾ ഓരോരുത്തരോടും പറയുന്നു, 1-2 പേരോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അതല്ലാതെ ഞാൻ ഓരോരുത്തരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ കാര്യം ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒരാളെ ആൾക്കൂട്ട വിചാരണ ചെയ്യാൻ വേണ്ടി അവർ നിന്ന് തരത്തില്ല. അതിന് വിട്ട് തരാൻ വേണ്ടി ഇതേപോലുള്ള കൊട്ടേഷൻ സംഘങ്ങളുടെ ബലത്തിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിലനിൽക്കില്ല. കാര്യം ഈ VRSലെ സ്ത്രീ അടക്കം ആ ഗ്രൂപ്പിൽ പറയുന്നുണ്ട് ഇവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം എന്ന്. എന്തിന്? മറ്റൊരു ബിസിനസ്സുകാരിക്ക് വേണ്ടി ഇവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം എന്ത് നിയമമാണുള്ളത്? എന്തുകൊണ്ട് ഈ കുട്ടികൾ ഓരോരുത്തരായിട്ട് അവരുടെ സാധനം വാങ്ങാൻ വേണ്ടി അവിടെ വന്ന് അവരുടെ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് അവർക്കിപ്പോൾ പൈസയും സാധനവും വേണ്ട? എന്തുകൊണ്ടാണ്? യൂട്യൂബേഴ്സ് പറയുന്ന കഥ, അതായത് ഇവർ പറയുന്ന എമൗണ്ട് കിട്ടും എന്നുള്ളൊരു രീതിയിലാണ്. ഇതിൽ പലതും നിങ്ങളൊന്ന് ചിന്തിച്ചു പോകുക. ഇവർക്ക് പൈസ ഓൾറെഡി കൊടുത്തതാണ്, അതായത് ഇവരുടെ ചെക്കിൽ കൊടുത്തതാണ്. ഈ ചെക്കിൽ നിന്ന് മാറിയിട്ട് ഇവർക്ക് കൊണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും വിശ്വസിക്കുന്ന കാര്യങ്ങളാണോ? നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്, നിങ്ങൾക്ക് 50,000 രൂപ ശമ്പളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ 50,000-ൽ 25,000 രൂപ നിങ്ങളുടെ ഫൈനാണ് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് 25,000 രൂപ കൊടുക്കുമോ? അന്ന് തന്നെ ആ ജോലി റിസൈൻ ചെയ്തിട്ട് നിങ്ങളെ പാട് നോക്കി പോകുമോ? അത് അപ്പോഴേ തട്ടിപ്പാന്ന് മനസ്സിലാകത്തില്ലേ? അതെന്താ ഇത്രയും ബുദ്ധിശൂന്യമായ കുട്ടികളാണ് അവിടെ ഉള്ളതെന്ന് യൂട്യൂബേഴ്സ് വീണ്ടും കൺഫേം ചെയ്യുകയാണോ? മാന്യമായ ചോദ്യം. പിന്നെ ലൈംഗിക അതിക്രമങ്ങളൊക്കെ പറയുന്നുണ്ട്, ഉണ്ടെങ്കിൽ മുന്നോട്ട് വരണം.
ഇപ്പം ഈ പറയുന്ന VRSന്റെ ഭാഗമായിട്ട് കുറച്ച് കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് മനസ്സിലായി അവരുമായിട്ട് ഒരു രീതിയിലും അവർ സംസാരിക്കാൻ തയ്യാറല്ല. അവർക്ക് എന്താ പറയുന്നത്, ഇന്ന ആൾക്കാർ പറയുന്നത് അവർക്ക് അവരുടെ നീതിയല്ല ആവശ്യം, അവർക്ക് കിട്ടേണ്ട പണമല്ല ആവശ്യം. അവർക്ക് ഇവരെ തെരുവിലിറക്കണം, ഇവർ പബ്ലിക്കലി സോറി പറയണം, ഈ ചാനലുകൾക്കെല്ലാം ഇത് കൊടുക്കണം, എന്താ പറയുന്നത്, കോണ്ടന്റ് കൊടുക്കണം. അതേ കണക്ക് ഇവരില്ലാതായി എന്ന് വരുത്തി തീർക്കണം. ഇതെടുത്തിട്ട് VRS പോലുള്ള ചാനലുകൾക്ക്, VRS പോലുള്ള കമ്പനികൾക്ക് അത് വെച്ചും എന്താ പറയുന്നത് ഇവരുടെ ബിസിനസ്സിന് തടയിടണം. സോ കുറേ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുവെന്ന് തോന്നുന്നു. ഇനി ഒരു കാര്യം കൂടെ, കൺമണിയുടെ കാര്യം പറയട്ടെ. കൺമണി ആവർത്തിച്ച് ചോദിച്ച കാര്യമുണ്ട്, എനിക്കിത് ചെയ്തിട്ട് എന്താണ് ലാഭം? സിമ്പിളായിട്ട് ഞാൻ പറയാം. 10K കിടന്ന ഒരു ചാനൽ 39K ആയോ? ഇനി വേറൊരു കാര്യം കൂടെ ഞാനൊന്ന് ചോദിക്കട്ടെ. ഷാഫിക് എന്താ പറയുന്നത്, ബിഗ് ബോസിൻ്റെ പഴയ ഡയറക്ടറിൻ്റെ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടല്ലേ, ഇത് കിക്കിൻ്റെ കളിയല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ കഴിഞ്ഞ ഇതിൻ്റെ ഡയറക്ടർ, ബിഗ് ബോസിൻ്റെ ഡയറക്ടർ ഷാഫിക്, ഞാനിവിടെ സ്ക്രീൻഷോട്ട് വെക്കാം, അവർ ഫോളോ ചെയ്തിരിക്കുന്ന വ്യക്തി, ഇത് കിക്കിൻ്റെ ഇതില്ലാത്തതാണോ? എന്തായാലും കൺമണി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇദ്ദേഹമായിട്ട് ബന്ധപ്പെടാൻ ചാൻസ് ഒന്നുമില്ല, പേഴ്സണലി ബന്ധപ്പെടാനൊരു ചാൻസും ഇല്ല. എന്നിട്ട് ഇനി നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞുകൊണ്ട് എന്തും നാട്ടിൽ എന്തും നടക്കാം, ഏത് സ്ഥാപനം പൂട്ടിക്കാം. ഇന്ന് ഈ പറയുന്ന എനിക്ക് പറയാനുള്ള മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ട് വരണം. യൂട്യൂബേഴ്സിൻ്റെ കൊട്ടേഷൻ സംഘത്തിനെതിരെ നിങ്ങൾ ശക്തമായി സംസാരിക്കണം. ഇന്ന് ഇവരാണെങ്കിൽ നാളെ നിങ്ങളാണ്. മനസ്സിലാക്കാൻ കോമൺ സെൻസ് ഉള്ളവർ മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ എനിക്ക് ഇത്രയൊക്കെ പറയുള്ളൂ. ഇനി നിങ്ങളെ ബുദ്ധി മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കിഴങ്ങന്മാർക്ക് എന്താ പറയുന്നത് അടിയറവ് വെക്കാതെ സ്വയം ചിന്തിച്ച് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പൂട്ടണോ വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക. ഇതിനകത്ത് ഞാൻ വെക്കുന്ന ഒരു സ്ക്രീൻഷോട്ടും കൂടെ ഉണ്ട്. ഇതിനകത്ത് ഈ ഒലിവിയ കൊടുക്കുന്ന അതേ സ്കെയിലിൽ ഈ സ്ത്രീ കൊടുക്കുന്ന ഈ VRS കൊടുക്കുന്ന ഒരു സാധനമാണ്. ഈ രണ്ട് മെറ്റീരിയലും ഒരു ഫോട്ടോ കണ്ടാൽ പോലും വിലയിരുത്താൻ പറ്റും. മനസ്സിലായോ? അതിലും കുറച്ച് സാധനങ്ങൾ ഈ സമയത്ത് അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇഷ്യൂ നടന്ന കാലങ്ങളിൽ അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. വില കുറച്ച് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. എത്ര നാൾ ഈ സാധനം പൂട്ടിക്കെട്ടി പോകുന്നിടം വരെ ഇത് സപ്ലൈ ചെയ്യും. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവരുടെ റേറ്റ് വീണ്ടും 1000-നോ 1200-നോ 1300-നോ മുകളിലേക്ക് ഉയരും. ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ VRSൻ്റെ മണ്ടയിൽ തന്നെ വെക്കുന്നുണ്ട്. മനസ്സിലായോ? ഓൾറെഡി എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുകയാണ്. കാര്യം ഇവർ ഒരുപാട് പേരെ എന്താ പറയുന്നത്, ഇവർ കമൻ്റ് ഇട്ടതിൻ്റെ പേരിൽ വരെ ആൾക്കാരെ വീട്ടിൽ കയറി തല്ലയും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഒരു സ്ത്രീയാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് ഈ അന്ന് പ്രശ്നത്തിൽ ഇടപെട്ട ആൾക്കാർ സഹിതം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വരും വിഷയങ്ങൾ വരും. ജീവന് തന്നെ അപകടമാണ്. ഇത്രയും ദിവസം ഇത് സംസാരിക്കാതിരുന്നത് ഇതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് വരെ ഡയറക്റ്റ് ഭീഷണിയുമായിട്ട് വന്നു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് അവർ ബ്ലോക്ക് ചെയ്തിട്ട് ഓടി. ഇതൊക്കെയാണ് സംഭവിച്ചത്. നമ്മൾ പറയുന്നതൊന്നും കേൾക്കില്ല. അതിനുശേഷം തള്ളക്കി വിളിക്കുന്നു. ഇതിനുള്ള പരിപാടിയാണ് VRS എന്ന് പറയുന്ന കമ്പനി ചെയ്തത്. ഞാൻ ഇവരുടെ പേര് ചോദിച്ചു, ഇവരുമായിട്ട് എന്താ ഇടപാടെന്ന് ചോദിച്ചപ്പോൾ ഇത്രയത്തെയോളം അവർക്ക് കൊള്ളണമെങ്കിൽ ഇതിനകത്ത് എന്തോ ഒന്നില്ലേ? ചിന്തിച്ചു പോകുക, എന്തോ ഒന്നും ഇല്ലയോ? ഇന്നവർ എനിക്കെതിരെ വൈകിട്ട് 7:30 ഇത് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യും, പക്ഷെ അവർ പേഴ്സ് കാര്യങ്ങളോ ഈ പറയുന്ന ഇതൊന്നും ഞാൻ എടുത്തിടുന്നില്ല. അത് അവരായിട്ട് ഇടുകയാണെങ്കിൽ ഞാനത് മൊത്തം നിങ്ങളെ ഒന്നും കൂടെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയുള്ളത്, ഓരോ വ്യക്തിയോടുമാണ് പറയുള്ളത്. അല്ല യൂട്യൂബേഴ്സിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ പണത്തിൻ്റെ പിന്നാലെ പോകും. ഈ കാര്യമൊന്നും അവർ അറിഞ്ഞതായിട്ട് പോലും നൽകത്തില്ല. ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യത്തില്ല. ഒലിവിയക്കെതിരെയാണെങ്കിൽ അവർ വീഡിയോ ചെയ്യും. കൃത്യമായിട്ട് ഓരോ വ്യക്തിക്കും ചോദിക്കാമായിരുന്നു. ബുദ്ധിയുള്ള ഓരോ വ്യക്തിക്കും ചോദിക്കുമായിരുന്നു. ഒരു പ്രസ് മീറ്റ് നടത്താൻ പോകുമ്പോൾ അതിന് ഡേറ്റ് എടുത്തിട്ടല്ലേ പോകുന്നത്. പക്ഷേ പ്രസ് മീറ്റ് മാറ്റിവെച്ചു. അതെങ്ങനെ സംഭവിച്ചു? എലക്ഷൻ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. എലക്ഷൻ ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതാണോ പ്രസ് മീറ്റ്? എലക്ഷൻ നിൽക്കട്ടെ, കളക്ടറിന് പോകുമ്പോൾ കളക്ടർ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടല്ലേ പോകുന്നത്. അത്യാവശ്യ ഘട്ടത്തിൽ അങ്ങനെ ഓടിപ്പോകാനൊന്നും പറ്റത്തില്ലല്ലോ കളക്ടർക്ക്. കാര്യം അവർക്കെല്ലാം ഷെഡ്യൂളുണ്ട്. വായി വരുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ളത് കൃത്യമായിട്ട് കളക്ടർ ഇല്ലാത്ത ദിവസം ചോദിച്ചറിഞ്ഞ് അവിടെ പോയതാണ് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്.
സോ നിങ്ങൾ ഈ നിൽക്കുന്ന കാണികൾ വെറും ഒന്നും പറയുന്നില്ല. അപ്പോൾ പറയുക, നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, ഇനിയെങ്കിലും ചിന്തിക്കുക. നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് തരുന്നു. ഇനി VRS എന്തോ പറയട്ടെ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, കൺമണി ഇതിൻ്റെ ഉത്തരവൊന്നും തരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തരുവാണെങ്കിൽ തന്നെ ഇനി അവരുടെ VRSൻ്റെ അനുവാദം വേണമല്ലോ. സോ അതുകൊണ്ട് അത് വൈകുന്നേരമൊക്കെ രാത്രിയിൽ ഈ വീഡിയോ ഒക്കെ വന്നതിന് ശേഷം അവർ വരുമായിരിക്കും. അപ്പോൾ ഇത് എനിക്ക് ഇത്രയൊക്കെ പറയുള്ളൂ. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.